ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ 5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒരു ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ഫോൾഡ് ചെയ്ത ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്പൺ സൈഡ് അപ്പുറത്തെ സൈഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ അളവ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 10 ഇഞ്ചാണ് തയ്യൽ തുമ്പോട് കൂടി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് 2 ടൈംസ് ആണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ വളഞ്ഞു പോകാതിരിക്കാൻ ഇതേ രീതിയിൽ 2 പ്രാവശ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ബോഡി ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത്. ഇനി ഇവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ഇവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതേ രീതിയിൽ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ നേരെ താഴേക്ക് ഇതേ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ തന്നെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവുകൾ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു മെറ്റീരിയലാണ്. കാരണം നൂല് വലിഞ്ഞു പോകാത്തതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് വേസ്റ്റ് റൗണ്ട് 7.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. ഇവിടെ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ആം ഹോളിന് വേണ്ടിയിട്ട്. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്തത്. ഇവിടെ 2.5 ഇഞ്ച് 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് നെക്കാണ്. 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഇതേ രീതിയിലൊന്ന് വരച്ച് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ബാക്ക് നെക്കാണ് ഇപ്പോൾ വരച്ചത് കേട്ടോ. 2.5 ഇഞ്ച് വരച്ചത് ഇതേ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 0.5 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. 3/4 ഇഞ്ച് ഇതേ രീതിയിലൊന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ഇത് കണ്ടോ, ഈ ഭാഗത്തെ മിഡ് പോയിൻ്റ് കാണാം. ഇവിടെ എത്രയാണോ കിട്ടിയത് അതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ മാറ്റി വെച്ചു, ഒരു പീസ് മാറ്റി വെച്ചത് ബാക്ക് പാർട്ടാണ് മാറ്റി വെച്ചത്. ഇനി ഫ്രണ്ട് നെക്ക് ഇതേ രീതിയിലൊന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു. ഇനി ബാക്ക് പാർട്ട് നമുക്ക് തല കയറുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം. അതിനായിട്ട് ബാക്ക് പാർട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു സിബ് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇവിടെ ഞാൻ ചെറിയൊരു ഓപ്പണേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ 2.5 ഇഞ്ചാണ് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുന്നത്. സിബ് വെക്കണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് സിബ് വെച്ച് അടിക്കാം കേട്ടോ. ഞാൻ സിബ് വയ്ക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെ കിട്ടിയേക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ് പാർട്ടും കൂടി കട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ് പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടല്ലോ. ഇനി ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ബാക്ക് പാർട്ടാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭാഗത്ത് ലൈനിങ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷനാണ് കേട്ടോ. ബാക്ക് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചു. ഇതേ രീതിയിൽ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വേരിയേഷനൊന്നും വരില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ നെക്കിൻ്റെ ഭാഗം അത്ര കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ആം ഹോളാണ്. ഈ ആം ഹോളിൻ്റെ ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം ഇത് സ്ലീവ്ലെസ് ഫ്രോക്കാണ് കേട്ടോ. സ്ലീവ്ലെസ് ഡ്രസ്സ് ഏത് ചെയ്താലും ഇതേ രീതിയിൽ ലൈനിങ്ങോട് ചേർത്തൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചുരിദാറൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആം ഹോളിൻ്റെ ഭാഗം ഇതേ രീതിയിൽ നെക്ക് അടിക്കുന്ന അതേ ഡിസ്റ്റൻസ് മാത്രം ഇട്ടാൽ മതി. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ തന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. അതുപോലെ നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്കിന് സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക ഇതേ രീതിയിൽ. അതുപോലെ തന്നെ അപ്പുറത്ത് ഇനി ഒരു ആം ഹോളും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, ഇതും കൂടി നമുക്കിങ്ങനെ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെറിയ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടാം കേട്ടോ. ഇതേ രീതിയിൽ
ഇത് കണ്ടോ, നമ്മളിപ്പോൾ ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് മറിച്ചിടണം. ഇത് കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറിച്ചിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇത് ഫിനിഷിങ് കുറവാണെന്നല്ല, ഇത് തുണി പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇത് കാണാൻ നല്ല ഭംഗിയാണ്, ഇടാനും സുഖമൊക്കെയാണ്, പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ടാണ്. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് എടുക്കണം. ആം ഹോളൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം കറക്റ്റായിട്ട് വയ്ക്കുക. ഇനി ഇത് സ്കേർട്ട് പോർഷനാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതേ രീതിയിൽ 15 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും ഉള്ള പീസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 4 മടക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഫോൾഡ് ചെയ്ത ഭാഗമാണ് 4 മടക്കായിട്ട് ഇട്ടിട്ടാണ് നമുക്ക് ലെങ്ത്തും വിഡ്ത്തും 15 ഇഞ്ച് വീതം. ഇനി ഇതെങ്ങനെയാണ് പ്ലീറ്റ്സ് ഇടുന്നതെന്ന് നോക്കാം. എളുപ്പ വഴിയാണ്. 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിലേക്ക് വെച്ചില്ലേ, ആ പോർഷനിലേക്ക് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് കണ്ടോ, ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച്, ഇത് കണ്ടോ, നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് ബോക്സ് പ്ലീറ്റാണ്. എളുപ്പ വഴിയിൽ പ്ലീറ്റ്സ് ഇടാവുന്ന വഴിയാണ് കേട്ടോ. ഇതേ രീതിയിലൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ പിൻ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് അടുത്ത പ്ലീറ്റ്സ് ഇടാം കേട്ടോ. ഇതുപോലെ 3 ഇഞ്ച് വീണ്ടും ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതിനോട് തൊട്ട് വയ്ക്കണം, അകത്തുനിന്നൊന്നും പോകരുത്. തൊട്ടടുത്ത് തന്നെ വെച്ചില്ലെങ്കിൽ നമുക്ക് അത്ര ഭംഗി കിട്ടില്ല. 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ് നമ്മളിവിടെ പ്ലേറ്റ്സ് കൊടുക്കുന്നത് കേട്ടോ. ഇതുണ്ട്, 2 പ്ലേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമത് ഒരു പ്ലേറ്റ്സിനും കൂടെ ഇതുണ്ട്, ഇങ്ങനെ ഒന്ന് മടക്കി വയ്ക്കാം. ഇങ്ങനെ മടക്കി വെച്ച് ഉണ്ടോ, ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ പിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ബോഡി പാർട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ രീതിയിലൊന്ന് വെക്കണം കേട്ടോ. നമ്മളിങ്ങനെ വെക്കുമ്പം നല്ല ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ലൈനിങ് പാർട്ട് പ്ലേറ്റ്സ് ഇട്ട് വെച്ചേക്കാണ്. ലൈനിങ് പാർട്ട് പ്ലേറ്റ്സ് ഇടുന്ന എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലേറ്റ്സ് ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് കണ്ടോ, നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് ബാക്കി തുണികളൊന്നും ഇല്ലാതെ 2 സൈഡും നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ ഇട്ടുകൊണ്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പാർട്ടും തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ വള്ളി വയ്ക്കുന്നതിനാണ് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത്. വള്ളി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തുണി അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് ഞാൻ നല്ല വീതിയുള്ള വള്ളിയാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ലെങ്ത്തും നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിലാണല്ലോ നമ്മൾ വള്ളി വയ്ക്കുന്നത്. ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു പീസ് മാത്രമായിട്ട് എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെയൊന്ന് എടുത്ത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമുക്കിതുപോലെ വള്ളി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും. അത് വരാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് നമ്മളിങ്ങനെ കെട്ടി വയ്ക്കുന്നത്. ഇനി 2 പോർഷൻ, അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പോർഷനും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് നമുക്കിവിടെ ഇത് കണ്ടോ, നമ്മൾ 1/2 ഇഞ്ചാണ് അല്ലെങ്കിൽ 1 ഇഞ്ചാണെങ്കിൽ അങ്ങനെ തയ്യൽ തുമ്പ് കൊടുത്തത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രോക്ക്. ഞാനൊരു ബോയൊക്കെ വെച്ച് നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.